നീറ്റ് യു ജി പുനഃപരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 813 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. വീണ്ടും പരീക്ഷ എഴുതിയ ആർക്കും ഫുൾ മാർക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. ഗ്രേസ് മാർക്ക് ആക്ഷേപമുയർന്ന 1563 വിദ്യാർത്ഥികൾക്കാണ് പരീക്ഷ നടത്തിയത്. അതേസമയം പരീക്ഷാ ക്രമക്കേടിൽ CBI കൂടുതൽ പേരെ ചോദ്യം ചെയ്തു വരികയാണ്. ദേശീയ പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേട് ആരോപണങ്ങൾക്കിടെയാണ് പരീക്ഷ എഴുതാൻ സമയം ലഭിക്കാത്തതിനെ തുടർന്ന് ഗ്രേസ് മാർക്ക് അനുവദിച്ച 6 കേന്ദ്രങ്ങളിലെ 1563 വിദ്യാർത്ഥികൾക്ക് പുനഃപരീക്ഷ നടത്തിയത്. 813 വിദ്യാർത്ഥികൾ മാത്രമാണ് പരീക്ഷ എഴുതിയത്. പുനഃപരീക്ഷാ ഫലം ദേശീയ പരീക്ഷാ ഏജൻസിയുടെ വെബ്സൈറ്റിലൂടെ അറിയാം. പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധമുയർന്നതോടെ ഗ്രേസ് മാർക്ക് അനുവദിച്ച വിദ്യാർത്ഥികളുടെ ഫലം റദ്ദാക്കുകയും സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം NDA പുനഃപരീക്ഷ നടത്തുകയുമായിരുന്നു. വീണ്ടും പരീക്ഷ എഴുതിയ 813 പേരിൽ ആർക്കും 720-ൽ 720 മാർക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ 67 പേർക്കായിരുന്നു മുഴുവൻ മാർക്കും ലഭിച്ചിരുന്നത്. വീണ്ടും പരീക്ഷ എഴുതിയവരിൽ മുഴുവൻ മാർക്ക് നേടിയ 5 വിദ്യാർത്ഥികളും ടോപ്പർമാരിൽ മറ്റൊരു വിദ്യാർത്ഥി റീടെസ്റ്റ് എഴുതിയിരുന്നുമില്ല. ഇതോടെ ഫുൾ മാർക്ക് നേടിയവരുടെ എണ്ണം 67-ൽ നിന്ന് 61 കുറഞ്ഞു. വീണ്ടും പരീക്ഷ എഴുതാത്തവരുടെ ഗ്രേസ് മാർക്ക് കുറച്ചുള്ള സ്കോറായിരിക്കും പരിഗണിക്കുക. അതേസമയം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിപക്ഷ പാർട്ടികളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ചോദ്യപേപ്പർ ചോർച്ച കേസിലെ മുഖ്യപ്രതി സഞ്ജീവ് മുഖിക്കായി CBI തിരച്ചിൽ ഊർജിതമാക്കി. കേസുമായി ബന്ധപ്പെട്ട് പട്നയിലെ ബെയൂർ ജയിലിലുള്ള 13 പേരെ CBI ഇന്നലെ ചോദ്യം ചെയ്തു. കേസിൽ ഇതുവരെ 6 പേരെ CBI അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനിടെ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് മാറ്റിവെച്ച നീറ്റ് PG പരീക്ഷയുടെ പുതിയ തീയതി NBE ഉടൻ പ്രഖ്യാപിക്കും. ഓഗസ്റ്റിൽ പരീക്ഷ നടത്താനാണ് സാധ്യത. പരീക്ഷ ഓൺലൈനായി നടത്താനുള്ള നീക്കങ്ങൾ സർക്കാർ നടത്തുന്നുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.